രണ്ടെണ്ണം കൂടെ അടിച്ചാലേ ഒരു ഉഷാട്ടം. ഇപ്പോൾ 500 കിട്ടാം. ആ നാരാണെന്ന് വിളിച്ചു നോക്കാം. ചേച്ചിയാണെങ്കിൽ ചിലപ്പം തരും. ഹലോ, ആ പറ. എടാ ഒരു 500 എടുക്കണ്ടോ? 500? എടാ അരി വാങ്ങാൻ പൈസ ഇല്ല, അന്നേരം വേണ്ട 500. നീക്കെന്താ പൈസക്ക് സാമം? നിന്റെ ഓടെ എല്ലാ ദിവസവും ഓരോരുത്തരുടെ പേര് പോകുന്നില്ലേ? ഓളെപ്പറ്റി അനാവശ്യം പറഞ്ഞ. അതല്ലടാ പഠിക്കുമെന്ന കാര്യോ? പക്ഷെ നിന്റെ ധ്വനി അങ്ങനല്ലല്ലോ. നീ ധ്വനി വിട്, അത് പറയുന്നത് പൈസ ഉണ്ടാ? പൈസയും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ എനിക്ക് തരാനും പോകുന്നില്ല. വെച്ചിട്ട് പോഴാണ് ചേച്ചി കാട്ടേത് അവൻ്റെ ധ്വനി. എടാ ഈ നാരായണൻ എന്ന് പറയുന്ന അവരുടെ വീട് എവിടെയാ? ഏത് നാരായണൻ? ഇവിടെ കുറെ നാരായണന്മാരുണ്ട്. ഈ ടൗണില് ഹോട്ടൽ നടത്തുന്ന നാരായണൻ. ചേച്ചി നാരായണൻ അത് നേരെ പോയി അടുത്തോട്ട് കഴിഞ്ഞാല് 3-ാമത്തെ വീട്. എന്താ കാര്യം? അതെ, ഞങ്ങള് അയാളെ മോളെ പെണ്ണ് കാണാൻ വേണ്ടി വന്നേന്. ഏത് മോള്? ആ ബാംഗ്ലൂരിൽ പഠിക്കുന്നതാ? ആ അതെ. ഓളല്ലേ കഴിഞ്ഞ ഒരു കുട്ടിയായിട്ട് വന്നത്. എന്താ ആ തന്നെ പോയി ചോദിക്കും. രമേശ, ആ ആരാടാ? ഞാൻ 500 കൊണ്ടുവന്നാ? എന്താന്നാ അന്റെ മോക്കൊരു കുട്ടിയുണ്ടെന്ന് നീ എന്തിനാടാ ഓളോട് പറഞ്ഞു? അയ്യോ ഞാൻ പറഞ്ഞൊന്നുമില്ല. കളവ് പറയരുത്. കഴിഞ്ഞ വരുത്തിന് ഇയാളുടെ മോളുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ബാംഗ്ലൂരിൽ അതിന്റെ പങ്ങടെ കുട്ടിനെയും കൂട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം മോള് വന്നത്. പക്ഷെ നിങ്ങളെ പറച്ചില്ല ധ്വനി അങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്റെ ധ്വനി നിനക്കറിയാം, നിന്റെ ധ്വനി എനക്കറിയാം, ഇവന്റെ ധ്വനി നിനക്കറിയാം. എല്ലാരെയും ധ്വനി വേറെ വേറെ. നിന്റെ ഒരു ധ്വനി ഇനി ഇതുപോലത്തെ ധ്വനിയായിട്ട് ഈ നാട്ടിൽ കണ്ട അതിന്റെ പ്രതിധ്വനി വളരെ വലുതായിരിക്കും. ഓർത്തോ നീ. ആ ഇതിപ്പോ എന്തിനാ? This is advance of Pradhwani. Mind it. ഈ ധ്വനി കണ്ടുപിടിച്ച നല്ല ബേടി വെച്ച് വരണം. 500 ചോദിച്ചാൽ 5000-ത്തിനല്ലേ കിട്ടിയത്. ഇനി വേദന മാറാൻ അതിൽ മ്യൂസിക് കേൾക്കണം. അടുത്ത ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ധ്വനി.